സോറി, ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. അറിയാതെ സംഭവിച്ചു പോയതാണ്. ഐ എം സോറി. സത്യത്തിൽ മോളെ സണ്ണിൽ ആളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ മനഃപൂർവ്വം മോളുടെ മേൽ സ്വന്തം പിതൃത്വം സ്ഥാപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അയാളോട് വെറുപ്പും വിദ്വേഷവും തോന്നി. എന്റെ മനസ്സിൽ എന്റെ രാജേട്ടനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ സണ്ണിയോ ഞാനോ പരസ്പരം തുനിഞ്ഞതുമില്ല. അന്ന് വീണ്ടും പിരിഞ്ഞപ്പോൾ സമാധാനമേ തോന്നിയുള്ളൂ. പക്ഷേ ഡേസിയും കുട്ടിയും മരിച്ചുവെന്നറിഞ്ഞപ്പോൾ വേദനയേക്കാൾ എനിക്ക് ഭയമാണ് തോന്നിയത്. ആ ഭയം അസ്ഥാനത്തായിരുന്നില്ല. ഞാൻ ഭയന്നിരുന്നത് പോലെ തന്നെ സണ്ണി വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്നു. ആ വരവാണ് നമ്മുടെ ജീവിതം ആകെ തകിടം മറിച്ചത്. രാജേട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ സണ്ണിയുടെ രൂപം ആകെ മാറി. നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ഡേസി, എന്റെ മോള്, എന്റെ ജോലി, എല്ലാം. ഇനി ആകെ ഈ ലോകത്ത് എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്കുള്ളത് നമ്മുടെ മോള. അവളെ എനിക്ക് വേണം. നിങ്ങളുടെ മകളോ? ഞാൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണ്. സ്മിത രാജശേഖരൻ നമ്പ്യാരുടെ മകളാണ്. അവളെ അവകാശപ്പെടാൻ നിങ്ങളാരാ? സൂസന്ന രാജശേഖരൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണെന്നുള്ളത് പരമമായ സത്യം. പക്ഷേ രണ്ടാമത് പറഞ്ഞത് പച്ചക്കള്ളം. സത്യം നിനക്കും എനിക്കും മാത്രം അറിയാം. അതുകൊണ്ടാ ഞാൻ അവളെ അവകാശപ്പെടുന്നത്. ഞാൻ അവളുടെ തന്ത. അങ്ങനെയല്ല എന്നെന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങാ? പ്ലീസ്, ഒരപേക്ഷയേ ഉള്ളൂ. നിങ്ങളായി തന്ന ജീവിതം നിങ്ങളായി തന്നെ നശിപ്പിക്കരുത്. ജീവിതത്തിൽ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ എന്നെ എന്റേത് മാത്രമാകുമായിരുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടി നിന്നെ ആദ്യം ഞാൻ ത്യജിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയപ്പോഴും സുഹൃത്തിന്റെ ജീവിതം തകരാതിരിക്കാൻ വേദനയോടെ മനഃപൂർവ്വം മറന്നു. പണ്ട് സംഭവിച്ചു പോയൊരബദ്ധം ഇന്നെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ആകെയുള്ളൊരാശ്വാസമായി. എനിക്കെന്റെ മോളെ വേണം സൂസന്ന. നിന്നെ മറന്നിട്ടല്ല. നീയും എന്റെ കൂടെ പോര്. നിന്നെ ഞാൻ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴൊന്നും മാത്രമല്ല, സണ്ണി സൂസന്നെ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അന്നും ഇന്നും എന്നും ഞാൻ സൂസന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മോളുമായി എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാൻ സൂസന്ന. ഐ വോണ്ട് എ ലൈഫ്. സണ്ണി, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയില്ല. സണ്ണി പ്ലീസ്, എന്റെയും എന്റെ കുഞ്ഞിന്റെയും എന്റെ രാജേട്ടന്റെയും ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ശരി, നിന്റെയും നിന്റെ രാജേട്ടന്റെയും ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതം നീയും നശിപ്പിക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെങ്കിലും തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ എനിക്ക് എല്ലാം രാജേട്ടനോട് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്നു പറയും. ഐ വാണ്ട് മൈ ചൈൽഡ്, മൈ ഓൺലി ചൈൽഡ്, മൈ വൺ ആൻഡ് ഓൺലി ചൈൽഡ് ഇൻ ദിസ് വേൾഡ്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ടും അയാളുടെ മനസ്സ് മാറിയില്ല. എനിക്ക് അവസാനം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. മോളെ കൈമാറാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിനായി പൊന്മുടിയിലെ എൻ പോയിന്റിൽ പിറ്റേ ദിവസം കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾ പോയി.
പക്ഷേ കൊണ്ടുവന്നില്ല. ഞാൻ അവസാനമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു പോണം. എനിക്കെന്റെ കുഞ്ഞിനെ പിരിയാൻ കഴിയില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാം. എനിക്കെന്റെ രാജ്യത്തിനെയും പിരിയാൻ കഴിയില്ല. Then you are trying to cheat me. No. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഒന്നുകിൽ എന്റെ കുഞ്ഞിനെ ഞാൻ അപഹരിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എല്ലാം രാജേട്ടനോട് തുറന്നു പറഞ്ഞ് നിന്നെ മോളെയും കൂട്ടിക്കൊണ്ടു പോവുക. അതുമല്ലെങ്കിൽ ആത്മഹത്യ. അതിനുള്ള ധൈര്യം എനിക്കില്ലാഞ്ഞിട്ടല്ല. നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കൂടെ ജീവിച്ചെനിക്ക് കൊതി തീർന്നില്ല സൂസന്ന. എനിക്ക് ഇവളുടെ കൂടെ എങ്കിലും ഒന്ന് ജീവിക്കണം. എങ്കിൽ എനിക്ക് സണ്ണിയെ കൊല്ലേണ്ടി വരും. സൂസന്നയ്ക്ക് ഒരിക്കലും സണ്ണിയെ കൊല്ലാൻ കഴിയില്ല. ശരിയാണ്. പക്ഷേ എന്നെ കൊണ്ട് ആ പാപം ചെയ്യിക്കരുത് സണ്ണി. മാംസദാഹത്തിന്റെ കറപുരളാത്ത സ്നേഹം മാത്രം തന്നിട്ടുള്ള സണ്ണി, ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും മനസ്സിന്റെ ഒരു കോണിൽ അടക്കിപ്പിടിച്ച് സൂസന്നയ്ക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാം ത്യജിച്ച് മാറി നിന്ന നിന്റെ സണ്ണി, മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ചിട്ടും നിന്നെ ഒരു പൂജാപുഷ്പം പോലെ സ്വീകരിക്കാൻ തയ്യാറായ നിന്റെ സണ്ണി, എനിക്കുറപ്പുണ്ട് നിന്റെ ഉള്ളിന്റെ ഉള്ളിലെന്നും ഞാനും മോള് മാത്രമേ ഉള്ളൂന്ന്. മറ്റുള്ളതൊക്കെ ഒരു അഭിനയം മാത്രം. എന്റെ മനസ്സിൽ എന്റെ രാജ്യത്തിന് എന്റെ മോള് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? Then shoot me. നിന്റെ മനസ്സും നിന്നിൽ ജനിച്ച കുഞ്ഞിന്റെ പിതൃത്വവും നിഷേധിക്കപ്പെട്ട നിന്റേതല്ലാതായി തീർന്ന ഈ സണ്ണി പിന്നെ എന്തിന് ജീവിച്ചിരിക്കണം? ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം? Shoot me. Come on, shoot me. ഒരുമിക്കാൻ കഴിയാതെ പോയ നീയും ഞാനും നമ്മുടെ കുഞ്ഞും എന്നും ഈ ഹൃദയത്തിന്റെ സ്വപ്നമായിരുന്നു. സൂസന്ന, I loved you.
സത്യത്തിൽ തോക്കിന്റെ കാഞ്ചി വലിച്ചത് സണ്ണിയുടെ വിരലുകളായിരുന്നെങ്കിലും സണ്ണിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കണമെന്ന് തന്നെ തോന്നി. കാരണം മനഃപൂർവ്വം അല്ലെങ്കിലും ഭർത്താവിനെ വഞ്ചിച്ച് ജീവിച്ച ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ശിക്ഷ അർഹിക്കുന്നു. ഒരു പുരുഷനും പൊറുക്കാനാവാത്ത ഈ തെറ്റിന് ഞാൻ ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ എന്റെ ഹൃദയസ്പന്ദനങ്ങളിൽ ഇന്നും രാജേട്ടനും മൂളമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സ്മിതമുള്ള പൊന്നുപോലെ. ഹൃദയപൂർവ്വം സൂസന്ന. യെസ്, രാജശേഖരൻ ഹിയർ. സൂസന്ന, 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 ഞാനാ രാജേട്ടൻ. ഒപ്പം നമ്മുടെ മോളുണ്ട്. എനിക്കെന്റെ സൂസന്നെ വേണം. ഐ വാണ്ട് യു. എന്റെ സൂസന്ന എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഐ വാണ്ട് യു ബാക്ക്. സൂസന്ന, 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 സൂസന്ന. Oh